എന്തൊരു തണുപ്പാണ് ഇവിടം. ഇത് ശരിക്കും നിങ്ങൾ അനുഭവിക്കേണ്ടതാണ്. നല്ല തണുപ്പുണ്ട്. അപ്പൊ ഗൈസ് നമ്മൾ ഇന്ന് ജബൽ ഷംസ് പോവാൻ പോവാണ്. അപ്പൊ അതിനുള്ള പാക്കിംഗ് ഒക്കെ റെഡി ആയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് വണ്ടി കയറാൻ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു ട്രാവൽ വ്ലോഗാണ്. ഒമാനിന്റെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതമായിട്ടുള്ള ജബൽ ഷംസിലേക്ക് ഒരു യാത്ര. ഉയരം കൂടുന്തോറും ചായയുടെ കടുപ്പം കൂടും എന്ന് പറയുന്ന പോലെ ഉയരം കൂടുന്തോറും നല്ല തണുപ്പും കൂടുട്ടോ. അപ്പൊ അതിനുള്ള സാധനങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ പോകുന്നത്. 10 സ്റ്റേ ആണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അതിന്റെ കൂടെ കുറച്ച് ഗ്രില്ലിങ്ങും. വൈകുന്നേരം ഇറങ്ങാനായിരുന്നു ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നത്. വണ്ടിയുടെ കുറച്ച് ടെക്നിക്കൽ പ്രോബ്ലംസ് കാരണം ഞങ്ങൾ ഇറങ്ങുമ്പോൾ കുറച്ച് ലേറ്റ് ആയി പോയി. കുറച്ചധികം ലേറ്റ് ആയി പോയി. രാത്രി 11:30 മണിക്കാട്ടോ നമ്മൾ ഇറങ്ങുന്നത്. ഏകദേശം 4 മണിക്കൂറുണ്ട് അവിടേക്ക് യാത്ര. സൺറൈസ് കാണാൻ പോവുകയാണ് നമ്മൾ ഗൈസ്. ഒമാനില് ഏറ്റവും ആദ്യം സൂര്യൻ ഉദിക്കുന്നത് ജബൽ ഷംസിലാണ്. സമുദ്രനിരപ്പിൽ നിന്നും 3018 മീറ്ററോളം ഉയരത്തിലാണ് കേട്ടോ ജബൽ ഷംസ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ജബൽ ഷംസ് എത്തിയിട്ടുണ്ട്. പുലർച്ചെ ഇപ്പൊ സമയം 3:30 മണി. സൺറൈസ് കാണാൻ വേണ്ടിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അടിപൊളി എല്ലാരും തണുത്ത് വിറച്ച് ഇവിടെ നിക്കാണ്. അത്ര തണുപ്പൊന്നുമില്ല. ഇല്ല, തണുപ്പേ ഇല്ല. കുറച്ച് ഷോക്ക് അടിക്കാണ്. ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു സെറ്റപ്പ് റെഡി ആക്കിയിട്ടുണ്ട് ലൈറ്റിന് വേണ്ടിയിട്ട്. പുലർച്ചെ 3:30 മണിക്ക് എത്തിയത് കൊണ്ട് തന്നെ ഗ്രില്ലിംഗ് എല്ലാം തിരക്കിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. റന അത്ര തണുപ്പില്ല അല്ലേ റന? ആ ആരാണ്? അപ്പൊ ഒരു സൈഡിൽ നമ്മൾ ഗ്രില്ല് ചെയ്യാനുള്ള കനലെല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പുറത്ത് ടെന്റ് സെറ്റ് ചെയ്യണം. ചിക്കൻ നല്ല പച്ച മസാലയില് റെഡിയാക്കിയിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ചിക്കന് നേരത്തെ അരപ്പ് തേച്ച് വെച്ചതുകൊണ്ട് മസാല ഒക്കെ നന്നായിട്ട് പിടിച്ച് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കനല് കത്തിപ്പിടിക്കാന് ഒരിത്തിരി ബുദ്ധിമുട്ടായിരുന്നെങ്കിലും ചൂടായ ശേഷം ആളുഷാറായിരുന്നു കേട്ടോ. ഗ്രില്ലിങ് കഴിഞ്ഞിട്ടും നമുക്ക് ഒരുപാട് നേരത്തേക്ക് ഈ കനല് നമ്മുടെ തണുപ്പിന് ഒരു പ്രൊട്ടക്ഷൻ ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. നമ്മളൊരു 3 ഫ്ലാസ്കിൽ കട്ടൻ ചായ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇതിന്റെ ഇടയിൽ നമ്മളിങ്ങനെ ഓരോ ഗ്ലാസ് കട്ടൻ ചായയും കുടിക്കുന്നുണ്ടായിരുന്നു. ടെന്റിന്റെ ഉള്ളിൽ ആരൊക്കെ കിടക്കണം നോക്കിയത്. അപ്പൊ നമ്മുടെ ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മള് സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് ചിക്കൻ ചുട്ടത് കഴിക്കാൻ പോവാണ്. സൺറൈസ്
ആയിക്കൊണ്ടിരിക്കുന്നു. അഞ്ചാളോ അവിടെ അഞ്ചാള് ബാക്കി അഞ്ചാള് ഇവിടെ മൂന്നാളേക്കല്ലേ എല്ലാരും അവിടെ അഞ്ചാൾക്കുള്ളൂ. കഴിച്ചു കഴിച്ചു. അവിടെ TV തട്ടുന്നുണ്ട് കേട്ടോ. നല്ല തണുപ്പുണ്ട്. നീ എണീക്കാൻ വയ്യാന്ന്. ഈ തണുപ്പാലത്ത് തണുപ്പിലായിരിക്കും. അങ്ങനെ ഈ തണുപ്പത്ത് ചൂടുള്ള കനലിന്റെ അടുത്തിരുന്നിട്ട് ചൂടുള്ള ചിക്കൻ കഴിക്കാൻ നല്ല രസമായിരുന്നു കേട്ടോ. ഇവിടെ എടുക്കുന്ന തണുപ്പാണ് ഗായ്സ്. ആദ്യം ഞാൻ കൊറേ വേണ്ടാത്തൊക്കെ പറഞ്ഞു, പക്ഷെ ഇപ്പൊ ഞാൻ സുഹൃത്തുക്കളെ എന്താ പറഞ്ഞോ? സുഹൃത്തുക്കളെ എന്തൊരു തണുപ്പാണ് ഇവിടം. ഇത് ശരിക്കും നിങ്ങൾ അനുഭവിക്കേണ്ടതാണ്. ഈ ടെന്റ് കെട്ടിയുള്ള ഈ സ്റ്റേയും ഈ വൈബും രാവിലത്തെ ചിക്കൻ ചുട്ടതും സുഹൃത്തുക്കളെ ഇവിടെ നിന്ന് കാണും, വന്ന് അനുഭവിക്കോ. അങ്ങനെ സൂര്യൻ വിസിബിൾ ആയിട്ടില്ലെങ്കിലും മൂപ്പരുടെ പ്രകാശം എല്ലായിടത്തും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏകദേശം 16 ഡിഗ്രി ആയിരുന്നു കേട്ടോ ഇവിടുത്തെ ടെമ്പറേച്ചർ. അപ്പൊ നല്ല തണുപ്പായിരുന്നു. ടെന്റിന്റെ അകത്ത് വരെ നമുക്ക് കിടക്കാൻ പറ്റിയിരുന്നില്ല, അത്രയും തണുപ്പായിരുന്നു. കുറച്ച് പേരൊക്കെ ഇടക്കൊക്കെ പോയി കിടന്ന് പതപ്പിന്റെ ഉള്ളിലൊക്കെ കിടന്ന് അങ്ങനെ തണുപ്പിൽ നിന്ന് കുറച്ചൊക്കെ ഒരു മോചനം ലഭിച്ചു. എന്നാലും നല്ല രസമുള്ള ഒരു ആംബിയൻസ് ആയിരുന്നു. ഇടയ്ക്ക് അവിടെയും ഇവിടെയായിട്ട് ഇങ്ങനെ ആടുകളെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളെ കാണുമ്പോഴേക്കും അവര് അങ്ങ് ഓടി മറിയുന്നുണ്ടായിരുന്നെങ്കിലും ആടുകൾ ഈ മലയുടെ മുകളിലൂടെ ഇങ്ങനെ നടക്കുന്നത് കാണാൻ നല്ല ഭംഗിയായിരുന്നു. ജബൽ ഷംസിന്റെ ഈ ഒരു ഭാഗത്ത് നിന്ന് നോക്കിയാല് അഗാധമായ ഒരു കൊക്കയാണ് കേട്ടോ. നമുക്ക് അതിന്റെ അടുത്തേക്ക് പോവാൻ തന്നെ ശരിക്കും പേടിയായിരുന്നു. കാരണം അത്രയും എഡ്ജിലാണ് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നത്. അപ്പൊ രാവിലെ ഒരുപാട് സമയത്തേക്ക് നമുക്ക് ഈ കനല് നമുക്ക് രക്ഷയായിട്ടുണ്ടായിരുന്നു തണുപ്പിൽ നിന്ന്. ഇപ്പോഴാണ് നമ്മുടെ സൺറൈസ് ആയിട്ടുള്ളൂ.
അതാ സൂര്യൻ വന്നേ ചൂടാവും. നമ്മൾ നിന്നിരുന്നതിന്റെ നേരെ ഓപ്പോസിറ്റില് ഒരു കഫേ ഉണ്ടായിരുന്നു. അതിന്റെ പുറകിലായിട്ട് ടോയ്ലറ്റ് സൗകര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് ഫ്രഷ് ആവാനൊക്കെ പറ്റിട്ടോ. ഈ കഫേയുടെ അടുത്തായിട്ട് കരിങ്കല്ല് കൊണ്ട് കെട്ടിപ്പടുത്ത ചെറിയ ചെറിയ കൂടാരങ്ങൾ ഉണ്ടായിരുന്നു. നാട്ടിൽ നിന്ന് ഉമ്മ വരുന്നുണ്ടായിരുന്നു. അപ്പൊ ഉമ്മാനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോവാണ് എയർപോർട്ടിലേക്ക്. അപ്പൊ പോകുന്നതിന്റെ ഇടയിൽ നമ്മൾ പള്ളിയിലൊന്ന് നിർത്തിയിട്ടുണ്ടായിരുന്നു, അവിടെ നിന്ന് ഫ്രഷ് അപ്പ് ആവാൻ വേണ്ടി. നമ്മള് ടെന്റ് സ്റ്റേ ചെയ്തിരുന്ന നിന്നും കുറച്ച് അകലെയായിട്ടാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ അവിടെ ശരിക്കും ഈ ജബൽ ഷംസിൽ വരുന്നവർക്ക് സ്റ്റേ ചെയ്യാനുള്ള കുറച്ച് ഫെസിലിറ്റീസ് ഒക്കെ കണ്ടുട്ടോ. അങ്ങനെ നമ്മളെല്ലാരും കൂടി ഇരുന്നിട്ട് അൽമുദിഷിന്റെ ചിപ്സ് കഴിക്കുകയാണ്. വെള്ളമില്ല ആ കുപ്പിക. ജബലില് ഒറ്റയ്ക്കും തെറ്റയ്ക്കുമായിട്ടാണ് ആടുകളെ കണ്ടതെങ്കിൽ ഇവിടുന്ന് അതാ ഒരു ആട്ടിന്റെ പറ്റം തന്നെ റോഡ് ക്രോസ് ചെയ്തിട്ട് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മളിപ്പോ തിരിച്ചു പോവുകയാണ് എയർപോർട്ടിലേക്ക്. നമ്മളിനി എയർപോർട്ടിലേക്ക് പോവാണ്. ജബൽ ഷംസിലേക്ക് വരുമ്പോഴുള്ള അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു യാത്ര ഇതാ ഇവിടെ. നമ്മള് രാത്രി ലൈറ്റ് ഇല്ലാത്തോണ്ട് ഈ ഒരു വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പക്ഷെ ഇപ്പൊ അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റില്ല. ഏകദേശം ഒരു 6 കിലോമീറ്ററോളം ഇങ്ങനെയുള്ള ഒരു റോഡാണ് കേട്ടോ ഉള്ളത്. നമ്മൾ ജബൽ ഷംസിൽ ഇതിന് മുന്നേ വന്നിട്ടുണ്ട്, ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ. അപ്പൊ ശരിക്കും ഈ റോഡ് ഇങ്ങനെയും ആയിരുന്നില്ല, നിറച്ചും കല്ലും ഒക്കെ വെച്ചിട്ടുള്ള റോഡായിരുന്നു. പക്ഷെ ഇപ്പോ റോഡ് നന്നായിട്ട് ക്ലിയർ ചെയ്തിട്ടുണ്ട് അവര്. ഇനി ശരിക്കും ഈ ഒരു ഏരിയയിലും കൂടെ സാധാ ടാറിട്ട റോഡ് വന്നു കഴിഞ്ഞാല് നമുക്ക് യാത്ര ഒന്നും കൂടെ കംഫർട്ടബിൾ ആയിരിക്കും. അങ്ങനെ നമ്മൾ മെയിൻ റൂട്ടിലെത്തി നേരെ എയർപോർട്ട് വെച്ച് പിടിക്കുകയാണ്. നമുക്ക് 12 മണിക്കുള്ളിൽ എയർപോർട്ടിൽ എത്തണം. 12 മണിക്കാണ് ഉമ്മ ലാൻഡ് ചെയ്യുന്നത്. ഒമാനിലെ റോഡുകളിലൂടെയുള്ള യാത്ര വളരെ മനോഹരമാണ് കേട്ടോ. ഒരുപാട് മലകളും കുന്നുകളും അതിനിടയിൽ പല കെട്ടിടങ്ങളും മരങ്ങളും കൃഷിയിടങ്ങളും അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒമാനിന്റെ ഈ റോഡിലൂടെ യാത്ര ചെയ്യുന്നത് വളരെ മനോഹരമുള്ള കാഴ്ച തന്നെയാണ്. അങ്ങനെ നമ്മൾ ഒരു പള്ളിയിലും കൂടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. കുട്ടികളെല്ലാവർക്കും ഒന്ന് വാഷ്റൂമിലൊക്കെ ഒന്ന് പോയി ഫ്രഷ് അപ്പ് ആവാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോ വാഷ്റൂമിൽ പോവാനാ വിളിക്കാൻ പോവാ. എയർപോർട്ടിലേക്ക് പോവാൻ പോവാണ്. അതിന്റെ ഇടയ്ക്ക് വാഷ്റൂമിൽ ആയതാണ്. അപ്പൊ നമ്മൾ ജബൽ ഷംസിൽ നിന്ന് തിരിച്ചു. ഇനി ഉമ്മാനെ പിക്ക് ചെയ്യാൻ എയർപോർട്ടിലേക്ക് പോവാണ്. ഒമാനിലെ പല റോഡുകൾ ഉണ്ടാക്കിയിട്ടുള്ളതും ഈ മല വെട്ടിയിട്ടാണ് കേട്ടോ. ഈ മലകളുടെ മുകളില് മേഘത്തിന്റെ നിഴല് വന്ന് വീഴുന്ന കാഴ്ചയും നല്ല മനോഹരമാണ്. ആ മലയുടെ മുകളിൽ കാണുന്ന കൊച്ചു കൂടാരം പണ്ട് കാലത്ത് ശത്രുരാജ്യങ്ങളിൽ നിന്നും നുഴഞ്ഞുകയറ്റക്കാർ വരുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്
ഇവിടുത്തെ ഭരണകൂടം സെറ്റാക്കിയിട്ടുള്ള ഒരു സെക്യൂരിറ്റി ഹൗസ് ആണ്. നമുക്ക് ഒമാനിൽ പല സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോഴും ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാഴ്ചകൾ കാണാൻ പറ്റും. ട്രിപ്പ് ഇഷ്ടമായ? ഈ ട്രിപ്പിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്താ? അവിടെ ഫുള്ള് സ്റ്റാർട്ട് മെയിൻ ആടും സണ്ണെങ്ങനെ വരുന്നത് ഞങ്ങള് പുതിയ ചാനൽ പട്ടാളം എന്ന് പറഞ്ഞ ചാനലിലേക്ക് കുറച്ച് റീൽ ഇട്ടിട്ടുണ്ട്. കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഞാനും ഇട്ടുണ്ട്. അതിപ്പോ വേറെ കാണില്ല. ഞങ്ങൾ 4 പേര് കൂടിയാണ് റീൽസിട്ട് കാണണട്ടാ. ആ റോഡിന്റെ അപ്പുറം കാണുന്നത് ഒമാൻ കടലാണ്. എയർപോർട്ടിലേക്ക് പോകുന്ന വഴിയിലെ ഈ കാഴ്ച വളരെ മനോഹരമാണ്. അങ്ങനെ നമ്മൾ എയർപോർട്ടിന്റെ ബോർഡൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ എയർപോർട്ടിലെത്തി ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോഴേക്കും ഉമ്മ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉപ്പമായ കൊടുക്കുന്നു. അങ്ങനെ നമ്മൾ ഉമ്മാനെയും പിക്ക് ചെയ്ത് ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിൽ കയറിയിട്ടുണ്ട്. ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം ആയിരുന്നത് മട്ടൻ മന്തി ആയിരുന്നു. അപ്പോൾ നമ്മൾ അത് തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ഒമാനികളുടെ രീതി ആട്ടോ, ഒരു പാത്രത്തിൽ എല്ലാവരും കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നത്. അപ്പം നമ്മളും അങ്ങനെ തന്നെയാണ് ഫുഡ് കഴിച്ചത്. ഉമ്മാക്ക് താഴെ ഇരിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഉമ്മാക്ക് പ്ലേറ്റില് കസേരയിലാണ് ഉമ്മ ഫുഡ് കഴിച്ചത്. ഭക്ഷണമൊക്കെ കഴിച്ച് ഇവിടുത്തെ സ്പെഷ്യൽ കട്ടൻ ചായ ഒക്കെ കുടിച്ച് നമ്മൾ ഇറങ്ങാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതുപോലുള്ള ഒരുപാട് ഒമാൻ കാഴ്ചകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.